Hello friends, hi. ഇന്നത്തെ എന്ന് പറയുമ്പോൾ നമുക്ക് +1 +2 ഇതിന്റെ ടൈം ടേബിൾ എന്ത് ചെയ്തിട്ടുണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് ഓരോ സൈറ്റുകളിലും വിദ്യാഭ്യാസ ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സൈറ്റുകളിലും എന്ത് ചെയ്തിട്ടുണ്ട് ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അനലൈസ് ചെയ്തിട്ടുള്ള ഈ ഒരു ടൈം ടേബിൾ +1ന്റെയും +2ന്റെയും ടൈം ടേബിൾ എന്ത് ചെയ്തിട്ടുണ്ട് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നന്നായിട്ട് അനലൈസ് ചെയ്യേണ്ടത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം എത്ര പെട്ടെന്ന് പറ്റുമോ അത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ ടൈം ടേബിൾ അനലൈസ് ചെയ്യണം. എന്ന് വെച്ചിട്ട് ആ ടൈം ടേബിളിനെ ബേസ് ചെയ്ത് നമ്മളിപ്പോൾ പഠിക്കണമെന്ന് ഒരിക്കലും ചെയ്യരുത്. നമ്മളെ രീതിയിൽ നന്നായിട്ട് പഠിച്ച് തീർക്കുക. അതിനുശേഷം നിങ്ങൾ ആ സമയത്തൊക്കെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. കാരണം വെച്ചാൽ ഈ സമയത്ത് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തുള്ള ഒരു പ്രധാനപ്പെട്ട കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് ആ പബ്ലിക്കിൻ്റെ ഇടയിൽ ഇത്രയും ദിവസം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കും. അതാണ് ഏറ്റവും വലിയ കുഴപ്പം. അതുകൊണ്ട് അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുക. ബാക്കി നിങ്ങൾ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്തോ. പക്ഷെ അനലൈസ് എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ ചെയ്യാം. പക്ഷെ എന്ന് വെച്ചാൽ ആ ദിവസങ്ങൾ കൊണ്ട് നമ്മൾ ആശ്വസിക്കുകയൊന്നും ചെയ്യില്ല. ആ ദിവസങ്ങൾ കൊണ്ട് വളരെ കുറവാണെന്ന് നിങ്ങളെ സത്യാവസ്ഥ മനസ്സിലാക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, +1 +2 എക്സാമിനേഷൻ ടൈം ടേബിൾ ഒന്ന് അനലൈസ് ചെയ്യാം. ഇമ്പ്രൂവ്മെന്റ് ചെയ്യാൻ +1 ഇമ്പ്രൂവ്മെന്റ് ചെയ്യാനുള്ളവരും +2 ഇമ്പ്രൂവ്മെന്റ് ചെയ്യാനുള്ളവർക്ക് +1ലും +2ലൊക്കെ പഠിക്കുന്ന അവർക്കൊക്കെ എന്താണ് ഈ ഒരു വീഡിയോ എന്തായിരിക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കും. എന്നാലും സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് മറന്നു പോരുത്. എന്തെങ്കിലും നമ്മുടെ വീഡിയോസ് അതായത് പുതിയ വീഡിയോസ് എന്ന് പറയുന്നത് ഇതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇടുന്നത്. സോ അതൊന്ന് നിങ്ങൾ കാണാനായിട്ട് ചാനൽ എന്ത് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് ഈ ചാനൽ വന്നുകൊണ്ടിരിക്കും, അത് കാണുക. ഓക്കെ, അതാണ് പറയേണ്ടത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മളെ ചാനൽ. അപ്പോഴും നിങ്ങൾക്ക് എന്താണ് ഞങ്ങളുടെ വീഡിയോസ് കാണാൻ പറ്റുള്ളൂ. ഫസ്റ്റ് നമ്മൾ കടക്കാനായിട്ട് +2ന്റെ ടൈം ടേബിളിലാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം 6 മുതൽ നമ്മൾ വേറെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു 6 മുതൽ 27 വരെയാണ് 28 വരെയാണ് +2ലെ എക്സാമിനേഷൻ നടക്കുന്നത്. അതിൽ രാവിലെ ആയിരിക്കും എന്ത് ചെയ്യുന്നത് +2 എക്സാമിനേഷൻ നടക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ദിവസം വെക്കുന്നത് 6-ാം തീയതി വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഐശ്വര്യമായിട്ട് വെള്ളിയാഴ്ച ദിവസമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് പരീക്ഷകൾ വെച്ചിട്ട് പരീക്ഷ തുടങ്ങുന്നത്. അന്ന് നമുക്ക് ഐശ്വര്യം തുടങ്ങുന്നത് ഫിസിക്സ് എക്സാം ആണ്. അത് +2ലെ ഏറ്റവും കഴിഞ്ഞ വർഷമൊക്കെ നല്ല പേര് സെറ്റായ ഒരു എക്സാം തന്നെയാണ് ഫിസിക്സ്. ഈ പ്രാവശ്യം നമുക്ക് തുടങ്ങുന്നത് ഫിസിക്സ് വെച്ചിട്ടാണ്. സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ഫിസിക്സ് പോകാം. കഴിഞ്ഞ വർഷത്തെ നമ്മൾ പറയുകയാണെങ്കിൽ ഫിസിക്സ് ഒന്നും പഠിക്കാനുള്ള സമയം പോലും ഉണ്ടായിരുന്നില്ല +2ന്റെ കാര്യത്തിൽ. അപ്പം +1ന്റെ കാര്യത്തിൽ +1ൽ ആക്ച്വലി നമുക്ക് ഒരു ദിവസം ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊന്ന് നോട്ടീസ് ചെയ്യാം. പക്ഷെ +2ൽ അതിനെക്കാട്ടി ഒരു ദിവസം ഉണ്ടായിരുന്നു. +1 +2 ടോട്ടൽ ചെയ്ത് നോക്കണമെങ്കിൽ ഒരു ദിവസം ഉണ്ടായിരുന്നു ഫിസിക്സ് പഠിക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര കുറവാണ് സത്യത്തിൽ പറഞ്ഞാൽ. അത്രയും ദിവസമൊന്നും പോരാ. നമുക്കറിയാം ഫിസിക്സിൽ നമ്മളിപ്പോൾ പഠിക്കുന്ന സ്ഥലത്ത് ഒരു ചാപ്റ്റർ പഠിക്കാൻ തന്നെ നമുക്ക് ചാപ്റ്റർ അല്ല ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ തന്നെ ഒരു ദിവസം എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന് കുട്ടിയിരുന്ന് പഠിക്കണമെങ്കിൽ അന്ന് പിക്കപ്പ് ഇട്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇന്നേ പഠിച്ചു വയ്ക്കണം. ഓക്കെ, അതൊക്കെ നമുക്ക് വേറൊരു വീഡിയോ പറയാം. എന്നിരുന്നാലും പറഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. വെള്ളിയാഴ്ച ഫിസിക്സ് എക്സാമിനാണ്. അപ്പോൾ രാവിലെയാണ് തുടങ്ങുന്നത്. 6-ാം തീയതി തിങ്കളാഴ്ചയാണ് വെള്ളിയാഴ്ച ആയിരിക്കും എക്സാം. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ബയോ സയൻസും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കി എല്ലാ സബ്ജക്റ്റും ഉണ്ട് കേട്ടോ. ഇത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിട്ടിട്ടുള്ള ടൈം ടേബിൾ ആയതുകൊണ്ട് തന്നെ ഇതിൽ എല്ലാ സബ്ജക്റ്റും ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് എന്തിനെ കുറിച്ചാണ്, ബയോ സയൻസ് കമ്പ്യൂട്ടർ സയൻസുകാരുടെ ടൈം ടേബിൾ അനലൈസ് ചെയ്താണ് പറയുന്നത്. പക്ഷെ എന്ന് വെച്ചാൽ ഹ്യൂമാനിറ്റീസും കൊമേഴ്സ് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അവരുടെ എല്ലാ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് നിങ്ങൾക്ക് നോക്കിപ്പോവാം. ജസ്റ്റ് തന്നെ സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കുക. ഇത്രയും ദിവസങ്ങൾ എന്ത് ചെയ്യാൻ നിങ്ങൾ ജസ്റ്റ് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് വെക്കുക +2 ഓക്കെ. അപ്പോൾ എന്താണ് 7-ാം തീയതി, അതായത് ഒരു ദിവസം പോലും ഇല്ല. നമുക്ക് ഒരു രാത്രി കഴിഞ്ഞാൽ അടുത്ത ദിവസം എന്താണ് 7-ാം തീയതി ശനിയാഴ്ച ആണ്. അത് ഓർക്കുക. ഹോം സയൻസ് കമ്പ്യൂട്ടർ സയൻസ് എന്താണ് എക്സാം ആണ്. അപ്പോൾ അതൊന്ന് ഓർക്കുക. ഒരു ദിവസം പോലും ഇല്ല അതിൻ്റെ ഇടയിൽ. ഓക്കെ, അത് മനസ്സിലാക്കാം. അത് കഴിഞ്ഞൊരു 2 ദിവസം, അതായത് 8, 9 പിന്നെ 10-ാം തീയതി നമുക്ക് കെമിസ്ട്രി എക്സാം ആണ്. നമുക്കറിയാം കെമിസ്ട്രി എക്സാമിനൊക്കെ നമ്മൾ +1 സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കെമിസ്ട്രിക്ക് 6 ദിവസമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാം പഠിച്ച് തകർത്ത് ഒക്കെ പോയ സമയത്ത് നമുക്ക് എന്താണ് ഒരു പ്രശ്നം പറ്റി. ഫസ്റ്റ് പേപ്പർ ഭയങ്കര പാടായിരുന്നു. അങ്ങനെ കുറേ പേർക്ക് മാർക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അത് അനലൈസ് ചെയ്ത് ഇപ്രാവശ്യം ഇമ്പ്രൂവ്മെന്റ് ഒക്കെ എഴുതാനൊക്കെ ഇരിക്കുന്നവരായിരിക്കാം. പക്ഷേ +2ൽ നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ചിരിക്കുക. 2 ദിവസമാണ് ഈ പ്രാവശ്യത്തെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത്. 6 ദിവസം എഴുതിയിട്ട് നമുക്കത് കിട്ടിയില്ല. സോ 2 ദിവസം ഇവിടെ ഉള്ളൂ. അതൊന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുക. ജസ്റ്റ് അല്ല, നന്നായിട്ട് ശ്രദ്ധിക്കുക. അതിന് ശേഷം നമുക്ക് എന്താണ് ഒരു 2 ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസമാണ് പാർട്ട് 2 ലാംഗ്വേജ് ആണ്. ഹിന്ദി, മലയാളം, അറബിക്ക് അങ്ങനെയുള്ള പാർട്ട് 2 എക്സാം ആയിരിക്കും അന്ന് നടക്കുന്നത് ലാംഗ്വേജിൽ. അത് കഴിഞ്ഞ് നമുക്ക് 4 ദിവസത്തിനിടയിലുള്ള ശേഷം മാത്തമാറ്റിക്സ് ആണ്. 17-ാം തീയതി ആണ് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ രാവിലെ ആയിരിക്കും. 9:30 മുതൽ ഒരു 12:15 ആ ഒരു ടൈമിംഗ് ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. ഞാനത് കാണിക്കാം. ആ ടൈമിംഗ് ഒക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് നിങ്ങൾ ഏതൊരു എക്സാം എഴുതുന്നതിന് മുമ്പും ആ ടൈം എത്ര മുതൽ എത്ര വരെയാണെന്ന് നിങ്ങൾ എക്സാമിന് കയറുന്നതിന് മുമ്പല്ല, അതായത് നിങ്ങൾ എക്സാമിന് പഠിച്ച് തീർന്ന് അടുത്ത ദിവസം ആകാതെ, അതായത് നിങ്ങൾ പഠിച്ചു തീർന്ന അടുത്ത ദിവസം രാവിലെയാണ് എക്സാം.
അതിന്റെ തലേന്ന് രാത്രി നിങ്ങൾ എന്ത് ചെയ്യണം, എത്ര മണി തൊട്ട് എത്ര മണി വരെ ഉണ്ട് അതൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാൻ ശ്രമിക്കാം. അത് വളരെ നല്ലതായിരിക്കും. നമുക്ക് ഒന്നും നോക്കേണ്ടതില്ല. എന്നിട്ട് ഒന്നും നോക്കേണ്ട വരില്ല എന്നല്ല, നമ്മൾ അവിടെ പോയിരുന്നിട്ട് നോക്കണം, അല്ലെങ്കിൽ പണി കിട്ടും. എന്നാലും നമുക്കൊരു എന്താണ് നമ്മൾ ചെയ്ത് വെച്ച ഒരു ചിന്ത ആ സമയത്ത് വരികയും പെട്ടെന്ന് നമുക്ക് അത് എങ്ങനെയാണ് ട്രാക്ക് ചെയ്യാന്ന് മനസ്സിലാക്കുകയും ചെയ്യാൻ പറ്റും. അതൊന്ന് ജസ്റ്റ് നോക്കി വെക്കാം. എന്നിരുന്നാലും മാത്തമാറ്റിക്സ് കഴിഞ്ഞ ശേഷം പിന്നെ എന്താണ്, നമുക്ക് എക്കണോമിക്സ് ആണ്. അത് കഴിഞ്ഞ് അവിടെ ഒരു 1-2 ദിവസം കിടക്കുന്നുണ്ട്. കുറച്ച് ദിവസത്തിന്റെ ഇടവേളകളുണ്ട് ബയോളജി പഠിക്കാനായിട്ട്. പക്ഷെ എന്ന് വെച്ചാൽ ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല. കാരണം ബയോളജി ഒരു കുഴപ്പം, ആദ്യം നമ്മൾ കുറേയൊക്കെ പഠിച്ചു വെച്ചേക്കും, കുറച്ച് ദിവസം നമ്മൾ അത് മറന്നു പോവും. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് പഠിച്ച കാര്യങ്ങളൊക്കെ അങ്ങ് മറന്നു പോകും. അതിനുശേഷം എന്ന് വെച്ചാൽ ലാസ്റ്റ് നമുക്കൊന്നും ഓർമ്മ കിട്ടത്തില്ല. അപ്പൊ ചിലവർ എന്താ വെച്ചാൽ ഇങ്ങനെയല്ലെന്ന് വിചാരിച്ച് ലാസ്റ്റ് 2-3 ദിവസം പഠിക്കും, മുമ്പത്തെ 2 ദിവസം വിടും. അങ്ങനെ ചെയ്താലോ അത് വളരെ പൊട്ടത്തരമാണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഫസ്റ്റത്തെ കുറേ ദിവസം അല്ല കുറച്ച് ദിവസം 3 ദിവസം എടുത്ത് എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് കുറച്ച് ദിവസം എടുത്ത് എന്ത് ചെയ്യുക, അത് നന്നായിട്ട് റിവിഷൻ ചെയ്യുക, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തലയിൽ ഉറയ്ക്കും. പിന്നെ ആര് പറഞ്ഞാലും അത് എന്തില്ല മാറത്തില്ല. പിന്നെ അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇംഗ്ലീഷ് എക്സാമിനുള്ളൊന്ന് പഠിക്കാം. ഓക്കെ, അതും നിങ്ങൾക്ക് പറയാം. അപ്പൊ അത് 26-ാം തീയതി ജോഗ്രഫിക്കാർക്കും അതിന് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസിന്റെ കാര്യം കൊടുത്തിട്ടുണ്ട്, അത് നോക്കാം. അത് ചൊവ്വാഴ്ച കഴിഞ്ഞ് വ്യാഴാഴ്ചയാണ് 26-ാം തീയതി എക്സാം ഉള്ളത്. അത് കഴിഞ്ഞ് സയൻസുകാർക്ക് അല്ലെങ്കിൽ എല്ലാവർക്കും എന്താണ് 28-ാം തീയതി ശനിയാഴ്ചയാണ് ലാസ്റ്റ് എക്സാം. പാർട്ട് 1 അത് ഇംഗ്ലീഷ് എക്സാം, എല്ലാവർക്കും പൊതുവെ ആയിട്ടുള്ള ലാംഗ്വേജ് എക്സാം ആണ്. അത് കഴിഞ്ഞ് ആർട്ട് സബ്ജക്റ്റ് ഞാൻ വായിക്കുന്നില്ല, അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് അങ്ങനെയുള്ള ആൾക്കാർ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം. ഇവിടെ ടൈമിംഗ് കൊടുത്തിട്ടുണ്ട്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് മാർക്ക് ചെയ്ത് വെച്ചേക്കണേ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇവിടെ എന്ന് പറയുന്ന സമയത്ത് 9:30 മുതൽ എന്താണ് 9:30 മുതൽ 11:15 വരെ എന്താണ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. സബ്ജക്ട് വിത്തൗട്ട് പ്രാക്ടിക്കൽസ് എന്ന് വെച്ചാൽ പ്രാക്ടിക്കൽസ് ഇല്ലാത്ത സബ്ജക്റ്റ്, അതായത് ഇംഗ്ലീഷ്, ഹിന്ദി അതിനൊക്കെ ഉള്ളതാണ് ഇങ്ങനെ പറഞ്ഞത്. 9:30 മുതൽ 12:15 വരെയുള്ളത്. ഓക്കെ, അപ്പൊ അതേ സ്ഥലത്ത് ഇംഗ്ലീഷ് വരും, അതിന് ഹിന്ദിയും വരും കേട്ടോ. അപ്പൊ അതിന് ഒക്കെയാണ് ഈ ടൈമിങ്. ഇനി ഇതിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല. എന്നാൽ ടൈമിന് വേരിയേഷൻ ഉണ്ടെങ്കിൽ ടീച്ചേഴ്സിനും കൂടി ഒന്ന് വിളിച്ച് ചോദിക്കാം അല്ലേ, വിളിച്ച് ചോദിക്കാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഒരിക്കലും അങ്ങനെ ഞാൻ പറയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഫ്രണ്ട്സിന് തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും അത് ബാധിക്കും. സോ എന്ത് ചെയ്യാം, നിങ്ങൾ ടീച്ചേഴ്സിനെ എന്ന് വിളിച്ച് അനലൈസ് ചെയ്യാൻ മറക്കരുത്. കാരണം ഇത് പബ്ലിക് എക്സാം ആണ്. ചിലപ്പോൾ ഫ്രണ്ട്സ് പറഞ്ഞു അയ്യോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രണ്ട്സിന് ഇപ്പൊ തെറ്റിപ്പോയെന്ന് വിചാരിച്ചു, എക്സാം കഴിഞ്ഞ് സോറി ചോദിച്ചാൽ അത് കഴിഞ്ഞു. പക്ഷെ നിങ്ങൾക്ക് തെറ്റിപ്പോയത് അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു സമയം കൺവീനിയൻസ് ചെയ്ത് ആൻസർ ഷീറ്റ് എഴുതിയത് ഇത്രയും സമയം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും എഴുതിയത്. ചില ഫ്രണ്ട്സ് ഉണ്ടാവുന്ന 11:15 നിങ്ങൾക്ക് യഥാർത്ഥ എക്സാം 11:15 വരെ ആയിരിക്കും. പക്ഷെ ഫ്രണ്ട്സ് പറയും 12:15 വരെയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, ആ ഒരു ഇതില് ഇരുന്ന് എഴുതും അല്ല 12:15 വരെ സമയം ഉണ്ടല്ലോ എന്ന്. അവസാനം അവര് ഒരു സോറി ചോദിച്ചാൽ അവരുടെ കാര്യം കഴിഞ്ഞു. പക്ഷെ നമുക്ക് അങ്ങനെയാണോ? അല്ല, നമ്മൾ ഇത്രയും ദിവസം ഇരുന്ന് പഠിച്ചാല് അത്രയും എഴുതാതെ പോകുമ്പോൾ ഉള്ള വിഷമം നിങ്ങൾക്ക് അറിയാം. +1 പഠിച്ചവർക്കാണെങ്കിൽ അറിയാം. സോ നിങ്ങൾ പലയിടത്തും അത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫീൽ ചെയ്യാത്തവരാണെങ്കിൽ അത് ഫീൽ ചെയ്യാൻ നിൽക്കേണ്ട, നിങ്ങൾ ഞാൻ പഠിച്ചു പോവാ. ഓക്കെ, ഇനി അതേപോലെ തന്നെ എന്താണ് പ്രാക്ടിക്കൽസ് വിത്ത് പ്രാക്ടിക്കൽ, അത് സബ്ജക്ട്സ് വിത്ത് പ്രാക്ടിക്കൽസ് എന്ന് പറയുമ്പോൾ നമ്മളെന്താണ് ബയോളജിക്കല്ല, ഈ അല്ലാത്ത സബ്ജക്റ്റിനൊക്കെ 11:45 വരെയാണ്. ഓക്കെ, 11:45 വരെ, 9:30 മുതൽ 11:45 വരെയാണ് എക്സാം. അതിൽ ബയോളജി ഇല്ല, മ്യൂസിക് ഇല്ല, അത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, പിന്നെ ഏതാ ഉള്ളത്, അതിന് കമ്പ്യൂട്ടർ സയൻസ്. ഇവർക്കൊക്കെ 9:30 മുതൽ 11:45 അവിടെ എന്തില്ല, ബയോളജി മ്യൂസിക്കും ഇല്ല. പിന്നെ എക്സെപ്റ്റ് എന്നാണ് എത്തിയിട്ടുള്ളത്. പിന്നെ ബയോളജിക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ, ബയോളജിക്കൽ 9:30 മുതൽ 11:55 വരെയാണ്. അതേപോലെ 5 മിനിറ്റ് അവിടെ വരുന്നത് എവിടെയാണെന്ന് അറിയാം. ജുവോളജിയും ബോട്ടണിക്ക് ഇടയ്ക്കുന്നുണ്ട് ഒരു ബ്രേക്ക് അല്ല, ഒരു കൂൾ ഓഫ് ടൈം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു വേരിയേഷൻ വരുന്നത്. ഇതിനുള്ള 5 മിനിറ്റ് അല്ല ഒരു 10 മിനിറ്റ് എന്തുണ്ട് എക്സ്ട്രാ ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്. ഇവിടെ നമ്മളൊരു കമ്പയർ ചെയ്യണമെങ്കിൽ അവിടെ കിട്ടുന്നുണ്ട്. എന്നിരുന്നാലും എന്ത് ചെയ്യുക, ഇതൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് പോകുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ഇത് പൊതുവെ എന്തെങ്കിലും ആവശ്യം വരത്തില്ല. പക്ഷെ ക്രിസ്മസ് ഒക്കെ ഈ സമയത്ത് തന്നെ ഇത് അനലൈസ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഇതുണ്ടാവും. ക്രിസ്മസ് കഴിഞ്ഞ സ്ഥലത്ത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്നും കൂടി നോക്കിയാൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും എങ്ങനെയാണത് നമ്മൾ ചെയ്യേണ്ടതെന്ന്. ഇനി അടുത്ത നമ്മൾ നോക്കുന്ന +1 കാരുടെയാണ്. ഫസ്റ്റ് ഇയർ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ 2026 മാർച്ച്. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഈ ഒരു എക്സാമിനേഷൻ എന്ന് പറയുന്ന സമയത്ത് ഫസ്റ്റ് ഇയർക്കാരാണ് എഴുതുന്നെങ്കിൽ നിങ്ങളുടെ ഹയർ സെക്കൻഡറിയിൽ കയറിയിട്ട് ആദ്യത്തെ എക്സാമും, അതേപോലെ +2 കാരാണ് എഴുതുന്നെങ്കിൽ അത് ഇംപ്രൂവ്മെന്റിന് വേണ്ടി എഴുതാണെങ്കിൽ അവർ തെറ്റിച്ച് അല്ലെങ്കിൽ പറ്റിയ ഭാഗങ്ങൾ തിരുത്താനുള്ള ഒരു എക്സാമും കൂടിയാണ് ഇതെന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയാം +1 പിന്നെ ഒരു കാര്യം വെച്ചാൽ +1 കാരന് എഴുതുന്ന അതേ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നത് +2 കാര് ഇംപ്രൂവ്മെന്റിന് വേണ്ടി എഴുതുന്നത് എന്ന് മനസ്സിലാക്കാം. അതായത് +1 കാർക്ക് എഴുതാനായിട്ട് കിട്ടില്ല ക്വസ്റ്റ്യൻ പേപ്പർ, അത് തന്നെയാണ് +2 കാര് ഇംപ്രൂവ്മെന്റിന് എഴുതുന്നത്. അത് കുറെ പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, അതാണ് അത് മനസ്സിലാക്കി കൊടുത്തത്. ഇവിടെ നോക്കാം, ടൈം ടേബിൾ സ്ക്രീൻഷോട്ട് ചെയ്യുക, പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ,
അപ്പൊ നമുക്കിവിടെ നോക്കാം. ഇവിടെ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യണം. ഇവിടെ 5-ാം തീയതി ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമുക്ക് ഈ ഒരു ഇതിലെ പറ്റി തെറ്റെന്ന് വെച്ചാൽ നമുക്ക് വെള്ളിയാഴ്ചയാണ് ഇട്ടേക്കുന്നത്, വെള്ളിയാഴ്ചയല്ല, അത് വ്യാഴാഴ്ചയാണ്. അത് ചെറിയൊരു തെറ്റുണ്ട്, വേറെ ഒന്നുമില്ല. അപ്പൊ എന്താണ്, ഓക്കെ, അപ്പൊ അത് വ്യാഴാഴ്ചയാണ്. ഇതിനാൽ 5-ാം തീയതി തുടങ്ങിയാണ് വ്യാഴാഴ്ച. വ്യാഴാഴ്ച ഒരു ഉച്ച സമയത്തൊക്കെയാണ്. ഉച്ച സമയത്തൊക്കെ നല്ല ചൂടായിരിക്കും. മാർച്ചാണ്, അപ്പൊ ഒരു ചൂടുള്ള സമയമൊക്കെ തന്നെയായിരിക്കും. നിങ്ങളൊരു കാര്യം, ഈ സമയത്തൊക്കെ എനിക്ക് കഴിഞ്ഞ വർഷം പറ്റിയൊരു അബദ്ധം എന്ന് വെച്ചാൽ ഞാൻ താമസിച്ചിട്ട് എക്സാമിനൊക്കെ പഠിച്ചിട്ടൊക്കെ കുറച്ച് താമസിച്ചിട്ടാണ് എക്സാം ഹാളിൽ പൊയ്ക്കൊണ്ടിരുന്നത്. ആ സമയത്ത് നമ്മൾ എന്താണ് പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ കുറച്ച് താമസിച്ചൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഫ്രണ്ടിൽ എക്സാം ഹാളിൽ കയറുന്നതിന്റെ താഴേക്ക് ആയിരിക്കും. അതായത് എക്സാം ഹാൾ എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ 2-ാമത്തെ നില 3-ാമത്തെ നിലയിലൊക്കെ ആയിരിക്കും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ സ്കൂളിൽ. അപ്പം അങ്ങനെ നമുക്ക് താഴെ ആയിരിക്കും, അതായത് ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഫ്രണ്ടിൽ ഭാഗത്തുള്ള ഏതെങ്കിലും ഒരു ഭിത്തിയിലായിരിക്കും ഒട്ടിച്ചിരിക്കുന്ന ക്ലാസ് റൂംസ് ഒക്കെ. അപ്പൊ നമ്മൾ രജിസ്റ്റർ നമ്പർ എന്ന് പറയുമ്പോൾ അറിയാവുന്ന ഒരു ചെറിയ അക്കമാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ നമുക്ക് ഓർഡറിലൊന്നും അല്ല ഈ രജിസ്റ്റർ നമ്പർ കൊടുത്തിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങനെയൊക്കെ കൊടുത്തിരിക്കുക. അപ്പൊ പെട്ടെന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടില്ല, ഈ രജിസ്റ്റർ നമ്പർ എവിടെ കിടക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല. അപ്പൊ അത് നോക്കി കഷ്ടപ്പെട്ട് കുറെ സമയം അങ്ങ് പോയിട്ടുണ്ട് എനിക്ക്. അങ്ങനെ ഞാൻ എന്താണ് ഒരുപാട് ലേറ്റ് ആയിട്ട് എക്സാം പേപ്പർ കൊടുത്തതിന് ശേഷമാണ് ഞാൻ എന്ത് ചെയ്തത്, എക്സാം ഹാളിൽ കയറിയത്. അപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പം അതെന്റെ എക്സാമിനെ കുറച്ച് ബാധിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി ഞാൻ വീഡിയോ വേറെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒഴിവാക്കി ഈ പ്രാവശ്യം നിങ്ങൾ +2 ആണെങ്കിലും നേരത്തെ ഇറങ്ങി നിൽക്കുക. എല്ലാം പഠിച്ച് അതിന്റെ രാത്രി തന്നെ സെറ്റ് ആക്കുക. രാവിലെ ഇരുന്ന് പഠിക്കാം എന്നുള്ളൊരു കോൺസെപ്റ്റ് വേണ്ട. +2 ആണ്, നന്നായിട്ട് ഇരുന്ന് പഠിക്കാം. ഓക്കെ, അതിനുശേഷം നമ്മൾ പറഞ്ഞു വ്യാഴാഴ്ച 5-ാം തീയതിയാണ്. അപ്പൊ ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ കുറച്ചിരുന്ന് പഠിക്കാം, ഗ്രാമറൊക്കെ സെറ്റ് ആക്കിയിട്ടേ പോകുള്ളൂ, അല്ലെങ്കിൽ പോവും മാർക്ക്. ഓക്കെ, ലിബറൽ ആയിട്ടുള്ള ചെക്ക് ഇനി ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. സോ എല്ലാവരും എന്താണ് ഭയങ്കര ക്രിട്ടിക്കൽ ആയിട്ട് തന്നെ അനലൈസ് ചെയ്യും. സോ എന്ത് ചെയ്യാം, നിങ്ങൾ നന്നായിട്ട് അത് മനസ്സിലാക്കി പോവാം. അടുത്ത 9-ാം തീയതി സയൻസുകാർക്ക് പ്രത്യേകിച്ച് എക്സാം ഒന്നുമില്ല. മൺഡേ, തിങ്കളാഴ്ച. അത് കഴിഞ്ഞൊരു കുറച്ച് ദിവസം, അതായത് നമുക്ക് 5-ാം തീയതി എക്സാം കഴിഞ്ഞ് ഒരു 6, 7, 8, 9 പിന്നെ 10, അത് കഴിഞ്ഞ് ഒരു 5 ദിവസം കഴിഞ്ഞിട്ടാണ് പാർട്ട് സെക്കൻഡ് ലാംഗ്വേജ്. സത്യത്തിൽ അത്രയും ദിവസം വേണ്ട. ആ സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കെമിസ്ട്രിക്കും ബയോളജിക്കും യൂസ് ചെയ്യാം. കെമിസ്ട്രിക്കാണ് കൂടുതൽ ഉപയോഗം വരാം. അത് കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞാൽ കെമിസ്ട്രി ആണ്, അന്ന് വെള്ളിയാഴ്ചയാണ്. അത് കഴിഞ്ഞ ശേഷം 2 ദിവസം കഴിഞ്ഞ ശേഷമാണ് ബയോളജി. 19 ചാപ്റ്റേഴ്സ് ഉണ്ട്, നന്നായിട്ട് ഇരുന്ന് പഠിക്കേണ്ടി വരും. ഓക്കെ, പിന്നെ അതിനുശേഷം നമ്മൾ ഇതിന്റെ കാര്യം ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു തരാം, ഇമ്പ്രൂവ്മെന്റിനെ കുറിച്ച്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു ദിവസത്തിന് ഇടവേളയ്ക്ക് ശേഷം 18-ാം തീയതി എക്സാം സ്റ്റാർട്ട് ചെയ്യും. എക്സാം പിന്നെ നമ്മൾ എക്സാമാണ് പിന്നെ ബുധനാഴ്ചയാണ്. അന്ന് കമ്പ്യൂട്ടർ സയൻസ് അവർക്കാണ്. ഒരു ദിവസമാണ് അവർക്ക് കിട്ടുക പഠിക്കാനായിട്ട്. ഓക്കെ, ഒരു രാത്രിയും പിന്നെ എന്താണ് ഒരു ഒറ്റ ദിവസവും പിന്നെ ഒരു പകലും കിട്ടും. പിന്നെ ഉച്ചയ്ക്ക് എക്സാം. ഓക്കെ, അപ്പൊ അത്രയും ദിവസം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ വലിയ പ്രിപ്പറേഷൻ ചെയ്യേണ്ട, പക്ഷെ അനലൈസ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. അത്രേ ഉള്ളൂ. അടുത്തത് 23-ാം തീയതി തിങ്കളാഴ്ചയാണ്. ഏതാണ്ട് ഒരു എത്രയാണ് നമുക്ക് വ്യാഴൻ, വെള്ളി, ശനി, ഞായർ, ഒരു 4 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഫിസിക്സ് ആണ്. സമയം ഉണ്ടെന്ന് വെച്ച് നമ്മൾ സന്തോഷിക്കരുത്, കാരണം കുറെ ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിന്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കണം, ക്വസ്റ്റ്യൻസ് ചെയ്യണം, ന്യൂമറിക്കൽസ് ചെയ്യണം, അങ്ങനെ കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഫിസിക്സിൽ കിടക്കുന്നുണ്ട്. എന്നാലേ മാർക്ക് കിട്ടത്തുള്ളൂ. അത് കഴിഞ്ഞ് എന്താണ് ഒരു 2 ദിവസം, അതിൽ പിന്നീട് നമുക്കതാണ് ഒരു ദിവസം കഴിഞ്ഞ് 25-ാം തീയതി, 26-ാം തീയതി, 25-ാം തീയതി 4 ദിവസം കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് എക്സാം മാത്തമാറ്റിക്സ്. എക്സാം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്താണ് മാത്തമാറ്റിക്സ് പോയി എഴുതുന്നു, അങ്ങനെ ശൂന്യതയിൽ പോയി എഴുതരുത്. മാത്തമാറ്റിക്സ് അവസാനം ഉണ്ട്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ തന്നെ ഇരുന്ന് പോയി എഴുതാം. ഓക്കെ, അപ്പൊ അതോടുകൂടി എന്ത് ചെയ്യുന്നു, എക്സാം കംപ്ലീറ്റ് ചെയ്യുന്നു. അതാണ് നമ്മുടെ ടൈം ടേബിൾ. ഓക്കെ ആണോ? അപ്പൊ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഇതിന്റെ താഴെ കൊടുത്തിട്ടുണ്ട്, സബ്ജക്ട് വിത്തൗട്ട് പ്രാക്ടിക്കൽസ് എന്ന് പറഞ്ഞത്. സത്യത്തിൽ +1കാർക്ക് ഈ വർഷം വരെ പ്രാക്ടിക്കൽ ഇല്ല. വേണമെങ്കിൽ പ്രാക്ടിക്കൽ വെക്കാനും സാധ്യതയുണ്ട് അടുത്ത വർഷം തൊട്ട്, അതൊന്നും പറയാൻ പറ്റത്തില്ല. എന്നാലും ഈ വർഷം നമുക്ക് പ്രാക്ടിക്കൽ ഇല്ല. അപ്പൊ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സബ്ജക്ട് വിത്തൗട്ട് പ്രാക്ടിക്കൽസ് എന്ന് പറയുന്നത് ഏതൊക്കെ സബ്ജക്റ്റ് ആണ്, ഹിന്ദി, ഇംഗ്ലീഷ് ഒക്കെയാണ്. അവിടെ നിന്നാണ് 4:45 വരെയൊക്കെ നിങ്ങൾക്ക് ഇതിന്റെ എക്സാം ടൈം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ സബ്ജക്ട്സ് വിത്തൗട്ട് പ്രാക്ടിക്കൽസ് എക്സാംസ്, അത് നമ്മൾ +2ന്റെ കാര്യമാണ് പറഞ്ഞത്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞ ശേഷം എന്താണ് ഈ ബയോളജി, അതിൽ ഇവിടെ നമ്മൾ പറയുന്നത് വെച്ചാൽ നോക്കാം. ഇവിടെ എന്ന് പറയുമ്പോൾ 3:45 വരെയാണ്. എന്ന് പറയുമ്പോൾ അവിടെ ബയോളജി ഇല്ല, അതേപോലെ തന്നെ മ്യൂസിക്കും ഇല്ല. ബയോളജി ഇല്ല, മ്യൂസിക് ഇല്ല. പിന്നെ എന്താണ് നമുക്ക് അവിടെ ഫിസിക്സ്, അതേപോലെ തന്നെ കെമിസ്ട്രി, മാത്സ്, ഈ സമയമാണ് നമ്മൾ ഇത് കൊടുത്തിട്ടുള്ളത്. അതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ അതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ അടുത്തത് അത് വേണ്ട, അത് +2 ആണ് കേട്ടോ, അത് +2 ആണ്, വേണ്ട.
ഇവിടെ നോക്കാം, ബയോളജിന് സമയം കൊടുത്തിട്ടുണ്ട്. ബയോളജി എന്ന് പറയുന്ന സ്ഥലത്ത് ബോട്ടണി അതിന് സുവോളജിയിലേക്ക് സമയം ഈടാക്കിയിട്ട് അവരെത്രയാണ് 2 മണി തൊട്ട് 4:25 വരെയാണ് വെച്ചിട്ടുള്ളത്. മ്യൂസിക്കിന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഞാൻ വായിക്കാത്തത് സയൻസ് അല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, അതാണ് 3:15 വരെയാണ് അവർക്ക് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ പറയുന്നത്. ഇവിടെ പറയുന്നത് ഓൺ ഫ്രൈഡേ രാവിലത്തെ എക്സാംസ് ആണെങ്കിൽ 9:15 എന്ത് ചെയ്യും, സ്റ്റാർട്ട് ചെയ്യും. ഓൺവേർഡ്സ് AN എക്സാമിനേഷൻ ആണെങ്കിൽ 2 PM എന്ത് ചെയ്യും, ഓൺവേർഡ്സ് സ്റ്റാർട്ട് ചെയ്യും എന്ന് പറയുന്നുണ്ട്. പല ചേഞ്ചസും അതിൽ എന്ത് ചെയ്യാം, ഡ്യൂറേഷനിൽ വന്നേക്കാം എന്ന് പറയുന്നുണ്ട്. എന്നിരുന്നാലും എന്ത് ചെയ്യുക, എക്സാം ഹാളിലേക്ക് നേരത്തെ വരിക എന്നുള്ളതാണ് ആ ഒരു ചെറിയ നോട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുള്ളത്. എന്നിരുന്നാലും എന്ത് ചെയ്യുക, ഈ ടൈം ടേബിൾ നന്നായിട്ട് അനലൈസ് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞ ഇമ്പ്രൂവ്മെന്റിനെ കുറിച്ചൊരു കാര്യം പറഞ്ഞു തരാണ്. നമുക്കറിയാം, കഴിഞ്ഞ വർഷമൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് കയ്യിൽ നിന്ന് വരുന്ന സബ്ജക്റ്റാണ് കെമിസ്ട്രി. കാരണം എന്ന് വെച്ചാൽ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ എന്ത് ചെയ്തു, കെമിസ്ട്രി ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ മാറി. പുതിയ ടേംസും കാര്യങ്ങളൊക്കെ വന്നിരുന്നു ക്രിസ്മസിന്. ആ ടേംസ് ഒന്നും അത്ര രീതിയിൽ അങ്ങനത്തെ രീതിയിലൊന്നും കണ്ടില്ല. ആ ഒരു പാറ്റേണിലല്ലായിരുന്നു നമ്മൾ പബ്ലിക് എക്സാമിന് കെമിസ്ട്രി കണ്ടത്, വേറൊരു രീതിയിലായിരുന്നു. കൂടുതൽ കുട്ടികളെ പേടിക്കുകയും ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ ബാക്കിയൊന്നും മറന്നുപോയ ഒരു അവസ്ഥയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കെമിസ്ട്രി എഴുതാനായിട്ട് വന്നിരിക്കുന്ന ഇപ്പോഴത്തെ ആൾക്കാർക്ക് എല്ലാവർക്കും അതാണ് പറ്റിയിട്ടുള്ളത്. അപ്പം ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ എഴുതുന്നവർ കൂടുതലും കെമിസ്ട്രി ആണ് എഴുതുന്നത്. അപ്പൊ കെമിസ്ട്രി കാർഡ് ഒന്ന് ജസ്റ്റ് അനലൈസ് ആണ്. ഇത് +1 ആണ് കേട്ടോ. 13-ാം തീയതിയാണ് നമുക്ക് നമുക്ക് കെമിസ്ട്രി എക്സാം നടക്കുന്നത്. 13-ാം തീയതി, അതേ വെള്ളിയാഴ്ചയാണ് നമുക്ക് കെമിസ്ട്രി എക്സാം നടക്കുന്നത്. എന്നാൽ 13-ാം തീയതി നമുക്ക് എന്തില്ല, +2-ന് എക്സാം ഒന്നും ഇല്ല. പക്ഷെ നമ്മൾ ഈ മാത്തമാറ്റിക്സിനുണ്ടല്ലോ, മാത്തമാറ്റിക്സിന് ഇന്ന് പഠിക്കേണ്ട ദിവസമാണ് ഇത്രയും എന്ന് പറയുന്നത്. അവിടെ ഒരു 4 ദിവസം ഉണ്ട്. ആ 4 ദിവസത്തില് ഒരു രാത്രിയിൽ നമ്മൾ ഈ രാത്രി ഒരു ഉച്ച മുതൽ രാത്രി വരെയുള്ള സമയവും പിന്നെ ഒരു ദിവസം ഇല്ല, അടുത്ത ദിവസമാണല്ലോ 12-ാം തീയതി കഴിഞ്ഞ് 13-ാം തീയതി അവിടെ എന്താണ്, കെമിസ്ട്രി എക്സാം ഉണ്ട്. അപ്പൊ ഒരു ഉച്ച കഴിഞ്ഞ് രാത്രി വരെയുള്ള സമയം എന്തുള്ളൂ, പിന്നെ കെമിസ്ട്രി ഒന്ന് അനലൈസ് ചെയ്ത് പഠിക്കാനുള്ള സമയമുള്ളൂ. അപ്പൊ അതൊന്ന് മനസ്സിലാക്കുക. പാർട്ട് 2 എക്സാം ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ എന്ത് ചെയ്യുക, കെമിസ്ട്രിക്ക് അത്ര സമയം അവിടെ ഉള്ളൂ. അപ്പൊ നിങ്ങളിപ്പോ ഇമ്പ്രൂവ്മെന്റ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യുക, അത് നോട്ട് ചെയ്ത് വെക്കുക. ഒത്തിരി സമയം ഉള്ളൂ, അപ്പൊ അത് പഠിക്കാനായിട്ട് ഒരുപാട് സമയമൊന്നുമില്ല. അപ്പൊ അത് നമ്മൾ റിവിഷൻ ചെയ്യുന്ന സമയവും വേണം. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ അനലൈസ് ചെയ്യുക. ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നിരുന്നാലും ആ വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നിട്ട് അതിനും നന്നായിട്ട് അനലൈസ് ചെയ്യാം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് ഓൾസോ വീഡിയോ അല്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. വീഡിയോ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ലൈക്ക് ചെയ്യും, കമന്റും ചെയ്യാം. ഇനി എന്ത് വീഡിയോ വേണമെന്നും കൂടി പറയാം. ഓക്കെ, താങ്ക് യു.